കനത്ത ചൂട് തുടരും. താപനില 50 ഡിഗ്രി വരെ ഉയർന്നേക്കും. ഒമാനിൽ മുന്തിരി ഫെസ്റ്റിവൽ ജൂൺ 16 മുതൽ. ഒരുക്കങ്ങൾ പൂർത്തിയായി. 50-ലധികം ഇനങ്ങൾ പ്രദർശിപ്പിക്കും. ഇന്ത്യൻ അംബാസഡർ GV ശ്രീനിവാസന് ഒമാൻ വിദേശകാര്യമന്ത്രിയുടെ യാത്രയയപ്പ്. ദാഹിറയിൽ തേൻ ഉൽപാദനത്തിൽ റെക്കോർഡ് വർധന, 138% വളർച്ച. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices. Powered by Purushottam Kanji Exchange. ഒമാനിൽ വരും ദിവസങ്ങളിലും കനത്ത ചൂട് തുടരുമെന്നും ചില പ്രദേശങ്ങളിൽ താപനില 50 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാമെന്നും ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തിങ്കളാഴ്ച മുതൽ ഒമാൻ കടൽ തീരങ്ങളോട് ചേർന്നുള്ള തീരദേശ മേഖലകളിൽ താപനില ഗണ്യമായി വർദ്ധിക്കും. ഇത് തുടർ ദിവസങ്ങളിലും അനുഭവപ്പെടും. തീരദേശങ്ങളിൽ ചൂട് 40 ഡിഗ്രിക്ക് മുകളിലായിരിക്കും. നിലവിലുള്ള അന്തരീക്ഷ ഉച്ചമർദ്ദവും വടക്ക് പടിഞ്ഞാറൻ ദിശയിൽ നിന്നുള്ള വരണ്ട കാറ്റുമാണ് രാജ്യത്ത് ചൂട് ഇത്രയധികം വർദ്ധിക്കാൻ പ്രധാന കാരണം. ഒമാനിലെ വടക്കൻ ഷർക്കിയ ഗവർണറേറ്റിന്റെ ആഭിമുഖ്യത്തിൽ വാർഷിക മുന്തിരി ഫെസ്റ്റിവലിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. ജൂൺ 16-17 തീയതികളിൽ അൽ മുദൈബി വിലായത്തിലെ സമദ് അൽ ഷാൻ നിയാബത്തിലാണ് മേള നടക്കുന്നത്. വിദേശികളടക്കം 10,000-ലധികം സന്ദർശകരെയാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നതെന്ന് വടക്കൻ ഷർക്കിയ കാർഷിക വികസന ഡയറക്ടർ ഡോക്ടർ കൈസ് ഷെയ്ഫ് അൽ മവാലി പറഞ്ഞു. പ്രാദേശികമായി ഉൽപ്പാദിപ്പിച്ചതും വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തതുമായ 50-ലധികം മുന്തിരി ഇനങ്ങൾ അണിനിരക്കുന്ന വിപുലമായ പ്രദർശനം മേളയുടെ പ്രധാന ആകർഷകമാവും. ഒമാനിലെ നയതന്ത്ര കാലാവധി പൂർത്തിയാക്കി മടങ്ങുന്ന ഇന്ത്യൻ സ്ഥാനപതി GV ശ്രീനിവാസന് ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി യാത്രയയപ്പ് സ്വീകരണം നൽകി. ഞായറാഴ്ചയായിരുന്നു ഇരുവരും തമ്മിലെ കൂടിക്കാഴ്ച. ഔദ്യോഗിക കാലാവധിയിൽ ഒമാനും ഇന്ത്യയും തമ്മിലുള്ള ദീർഘകാല ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ സ്ഥാനപതി GV ശ്രീനിവാസ് നടത്തിയ മികച്ച ശ്രമങ്ങളെ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ അൽ ബുസൈദി അഭിനന്ദിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിൽ അദ്ദേഹം നൽകിയ സംഭാവനകളെ പ്രകീർത്തിച്ച മന്ത്രി അദ്ദേഹത്തിന്റെ ഭാവി നയതന്ത്ര ദൗത്യങ്ങൾക്ക് വിജയാശംസകൾ നേരുകയും ചെയ്തു. ഒമാനിലെ ദാഹിറ ഗവർണറേറ്റിൽ കഴിഞ്ഞ വർഷം തേൻ ഉൽപാദനത്തിൽ 138% വർധന രേഖപ്പെടുത്തി. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് റെക്കോർഡ് വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. 2024-ൽ 41 ടണ്ണും 2023-ൽ 56.3 ടണ്ണുമായിരുന്നു തേൻ ഉൽപാദനം. 2025-ൽ ഇത് 97.8 ടണ്ണായി ഉയർന്നു. ഗവർണറേറ്റിലെ തേനീച്ച കർഷകരുടെ എണ്ണത്തിലുണ്ടായ വർധനവാണ് ഈ നേട്ടത്തിന് പിന്നിൽ. നിലവിൽ 1054 തേനീച്ച കർഷകരുടെ കീഴിലായി 24,862 തേനീച്ച കൂടുകളാണ് ഇവിടെയുള്ളത്. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices. Powered by Purushottam Kanji Exchange.